അമേരിക്കയിൽ അർജന്റീന രണ്ടാം തവണയും മുത്തമിട്ടതിന്റെ സന്തോഷം നമുക്ക് ഇവിടെ കാണാം. ആരാധകർ ഇളകി പറയുകയാണ്. കാരണം ഓരോ നിമിഷവും ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഫൈനലിന്റെ ഏറ്റവും ആവേശം നിറഞ്ഞൊരു മത്സരം, എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരം. ആ എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിച്ചുകൊണ്ട് അർജന്റീന കോപ്പ അമേരിക്കയിൽ വീണ്ടും ജേതാക്കളായിരിക്കുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറുതായി ടെൻഷൻ അടിച്ചു. പിന്നെയോ? പിന്നെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ജയിച്ചില്ലേ, കോപ്പ കിട്ടി, സമാധാനമായി. കണ്ടിരുന്നു ഇവിടെ ഇത്രയും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോ ഗോൾ അടിക്കാതെ പോകുന്നു കരുതിയിരുന്നോ? ഇല്ല, എന്തായാലും അടിക്കുന്നു വിചാരിച്ചിരുന്നു. അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം മൊത്തത്തിൽ? കൊളംബിയ വിറപ്പിച്ചോ നിങ്ങളെ? അയ്യേ, വിറപ്പിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ പ്രതീക്ഷ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞ കൊളംബിയ മികച്ച ടീമാണ്, പരാജയം അറിയാതെ വന്നവരാണ്, അതുകൊണ്ട് അവർ കളിച്ച് മോശമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അർജന്റീനയ്ക്ക് മുന്നിൽ അവസാന സമയം വരെ ഞങ്ങൾ ജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുടെ. അത് 100% ഞങ്ങളുടെ ആ വിശ്വാസം, ഞങ്ങളുടെ അർജന്റീനയുടെ ഇഷ്ടം കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഈ വിജയം ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഇപ്പൊ രണ്ടാം തവണയാണ് കോപ്പയിൽ മുത്തമിടുന്നത്. ഇതിൽ പറയാൻ മെസ്സി ഇല്ലാണ്ട് ഇനി വരുന്ന കാലം അർജന്റീനയിൽ കളിക്കാൻ കഴിയുന്ന ഒരു കളിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. മെസ്സി കയറിയിട്ടും അർജന്റീന അത്രയും കളിച്ചു. ഇനിയുള്ള കാലവും മെസ്സി ഇല്ലാതെ ഞങ്ങൾ നേടും, എല്ലാ കപ്പും ഞങ്ങൾ നേടും. വാമോസ് അർജന്റീന. ഇവിടെ ഒരു പെൺവരി മാത്രമാണ് ഇവിടെ കളി കാണാൻ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു അർജന്റീന ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ടെൻഷൻ? ഗോളിയിൽ നല്ല പ്രതീക്ഷയായിരുന്നു. ഒന്നും നോക്കണ്ട, ഗോളി രക്ഷപ്പെടുത്തിക്കോളൂ. അപ്പൊ ഇന്ന് പാരുടെ കളിയാ ഇഷ്ടപ്പെട്ടേ? പ്ലെയർ ഓക്കെ. പിന്നെ ഈ ഒരു ആദ്യം നമ്മൾ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോവുകയാണ് മത്സരം. സ്വാഭാവികമായിട്ട് അർജന്റീന ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യ മത്സരത്തിൽ തന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകാതെ ജയിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നോ? അതെ, ഞങ്ങൾക്ക് എന്തായാലും അന്തിമ വിജയം അർജന്റീന നേടും. ആ ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ ടീമിലും പ്ലേയേഴ്സിലും നമ്മളെ കോച്ചിലും. അത് പൂർണ്ണമായിട്ട് ഇന്ന് എന്താ വെച്ചാൽ കൊളംബിയ വളരെ നല്ല ഗെയിമാണ് കാഴ്ചവെച്ച്, പക്ഷെ അവരെ ഇതേ രീതിയിൽ തന്നെ മറികടക്കാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കളി തന്നെയാണ്. മത്സരം നല്ലൊരു മത്സരം ഫൈനലിൽ നടന്നു. സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് മാർട്ടിനസിന്റെ ആ ഗോളും വന്ന് ടീം മരിയയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ കോപ്പ നേടി. കഴിഞ്ഞ തവണ മെസ്സിക്കായിരുന്നെങ്കിൽ വേണ്ടിയിട്ടാണ് ഗോളല്ലേ? ഇവിടെ കുറച്ച് ബ്രസീൽ ഫാൻസിനൊക്കെ കണ്ടിരുന്നല്ലോ. അവർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു കൊളംബിയക്കൊപ്പം. ജർമ്മനിയുടെ ഫാൻസും എല്ലാ ഫാൻസും ഇവിടെ ഇല്ല, അവരെ കാണില്ല. ഇവിടെ അവരൊക്കെ പോയി. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ നോക്കി നിൽക്കേനി. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആധികാരിക ജയമാണ് അർജന്റീന. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇത് ഞങ്ങള് കൊളംബിയക്കെതിരെയുള്ള മാത്രമുള്ള വിജയമല്ല, അർജന്റീനക്കെതിരെ പ്രളംബിയാണ് ഇന്ന് മത്സരിച്ചത്. പ്രളംബിയനെയാണ് നമ്മൾ തകർത്തത്. ഇതാ കിടക്കണ, ഇതാണ് ബ്രസീലിന്റെ ആരാധകൻ. നീ കുറെ അവരെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ബ്രസീലാണ്. എന്താ ഇപ്പൊ പറയാനുള്ളേ? സങ്കടായോ? അടുത്ത തവണ നോക്കാം. പിന്നെ നോക്കാം. ഈ വിഷമിക്കല്ലേ? നിങ്ങളുടെ ടീം ഏതായാലും കളിക്കാനില്ലായിരുന്നു, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നേ? 5 വേൾഡ് കപ്പെങ്കിലും നോക്കില്ലേ? അടുത്ത വേൾഡ് കപ്പ് ഒന്നും കൂടി ഞങ്ങൾ എടുത്തോളൂ. അപ്പൊ ഇവിടെ എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു കളി കാണാനുണ്ടായിരുന്നത്. നമുക്കറിയാം ഓരോ ഷോട്ട് എന്തോ പറയാൻ വന്നതാണോ? ബ്രസീൽ ആരാധകർ അവിടെ നിൽക്കുന്നവരൊക്കെ ബ്രസീൽ ആരാധകരാണ്. ഇവിടെ ബ്രസീൽ ഇവിടെ ആഹ്ലാദം. ഈ മഴയത്ത് കത്തിച്ചിട്ട് കാര്യമുണ്ടോ? മഴയത്ത് കത്തിക്കോളൂ. പടകല്ലല്ലോ, പടകല്ല. അപ്പൊ ആവേശത പെരുമഴയാണ് ഉണ്ടായിരുന്നത്. ആ പെരുമഴയും അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പുലർച്ചെ തന്നെ കളി കാണാൻ വന്നിരുന്ന ആളുകളാണ്. ഒപ്പം തന്നെ ഈ മത്സരം ജയിക്കുക കൂടി ചെയ്തതോടുകൂടി തന്നെ അർജന്റീനയുടെ ആരാധകരെ കുറിച്ച് ഒന്നും പറയാനില്ല. അവർ ആ കളിക്കളത്തിലെ ആ ടീമിനെ പോലെ തന്നെ ഇവിടെ വിജയികളായിരിക്കുകയാണ് മറ്റു ഫാൻസുകൾക്ക് മുന്നിൽ. നിതിൻ ഗോപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.